വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ വിഷുക്കണി എന്ന കവിതയിൽ സമത്വ ദർശനമാണ് കാണുന്നത്. വിഷുക്കണി കാണാൻ കണ്ണു തുറക്കാതെ വരാൻ അമ്മ കുട്ടിയോട് പറഞ്ഞു. കണ്ണിറുക്കി നടന്നെങ്കിലും അറിയാതെ അവൻ കണ്ണു തുറന്നു. എവിടെയും കൂരിരുൾ നിറഞ്ഞ ഗ്രാമത്തെയാണ് കുട്ടി അപ്പോൾ കണ്ടത്. അവൻ വീണ്ടും കണ്ണടച്ച് കണിയൊരുക്കിയെടുത്തെത്തി. കരമുണ്ട്, അരി, കുങ്കുമച്ചെപ്പ്, ഐശ്വര്യദേവതയായ മഹാലക്ഷ്മി എന്നിവയാൽ അമ്മ നന്നായി കണിയൊരുക്കിയിട്ടുണ്ട്. കണി കണ്ടു, കൈനേട്ടവും മേടിച്ചു. പിന്നീട് അനുജത്തിമാരോടൊപ്പം പൂത്തിരി കത്തിച്ചു. കണി കാണുന്നതിന് മുമ്പ് കൺതുറന്നത് കൊണ്ടാണോ എന്നറിയില്ല, കുട്ടിയുടെ മനസ്സിൽ അപ്പോഴത്തെ ഇരുട്ട് പരന്നു. എവിടെയെങ്കിലും ഈ ഉൾനാട്ടിൽ വെളിച്ചമുണ്ടോ എന്ന് കുട്ടി അന്വേഷിക്കുന്നു. തൻ്റെ വീട്ടിൽ കണിയൊരുക്കിയ കുറച്ചിടത്തു മാത്രമേ വെളിച്ചമുള്ളൂ. ആ വെളിച്ചം സമൂഹമാകെ പരക്കേണ്ടതാണെന്ന് കുട്ടി തിരിച്ചറിയുന്നു. ഇത് ഐശ്വര്യദേവതയെപ്പോലും തരം താഴ്ത്തുകയല്ലേ എന്നാണ് ചിന്തിക്കുന്നത്. ചിന്തകളിലൂടെ സമത്വസുന്ദരവും സാമൂഹ്യനീതിയിലധിഷ്ഠിതവുമായ ഒരു ലോകത്തെക്കുറിച്ചുള്ള സ്വപ്നമാണ് കവി ഇവിടെ അവതരിപ്പിക്കുന്നത്. കുട്ടിയുടെ മനസ്സിലുള്ള വെളിച്ചം പ്രതീക്ഷയുടേതാണ്. ഈ വെളിച്ചം തൻ്റെ കൂട്ടുകാർക്ക് കൂടി ലഭിക്കണമെന്ന് കുട്ടി ചിന്തിക്കുന്നു. പണിയെടുക്കുന്ന അധ്വാന വർഗത്തിൽ നിന്നുണ്ടാകുന്ന സമൃദ്ധിയാണ് വിഷുക്കണി ഒരുക്കുന്നതിൻ്റെ പിന്നിലുള്ള സത്യം. കരിമണ്ണിൻ കൊടി എന്ന പ്രയോഗം കറുത്ത മണ്ണിൽ നിന്നുയർന്ന ഐശ്വര്യത്തിൻ്റെ കൊടിക്കൂറയായും പച്ചപ്പിൻ്റെ നിറവായും മാറുന്നു. വിഷുക്കാലത്തിൻ്റെ പരിശുദ്ധിയെയും കാർഷിക സമൃദ്ധിയെയും വ്യക്തമാക്കുന്നതോടൊപ്പം അധ്വാനിക്കുന്ന ജനവിഭാഗത്തിനു കൂടി മാറ്റം അനിവാര്യമാണെന്ന് കവി ഇവിടെ വെളിപ്പെടുത്തുന്നു.